ഞാൻ ഇവരോട് എപ്പോഴും ചോദിക്കുന്ന ജിത്തുവിനോട് ചോദിക്കാടാ എക്സ്പെക്ടേഷൻ കുറയ്ക്കാനാണോ നീ എന്നെ വെച്ച് എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചേക്കുന്നത്. ആൾക്കാർക്ക് വലിയ പ്രതീക്ഷ ആൾക്കാർക്ക് വരില്ല, ഇവന്റെ പടമല്ലേ എന്നൊരു തോന്നലിന് വന്നിരുന്ന് ഞെട്ടിക്കാനുള്ള പരിപാടിയല്ലേ. ഞാൻ കൊറേ ഫ്ലോപ്പ് കണ്ടതാ, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. നിനക്കിതൊരു പുതിയ അനുഭവമായിരിക്കും കയ്യിൽ, അതുകൊണ്ട് നീ ടെൻഷൻ പോകണ്ട. പക്ഷെ നമ്മൾ ഇത് അടിക്കും. എനിക്ക് പറഞ്ഞില്ല, ഞാൻ അപ്പൊ ഉമ്മ വാപ്പൊക്കെ തൊടുപുഴയായിരുന്നു. ഇക്ക കിട്ടിയപ്പോ തന്നെ ആദ്യമേ വാപ്പാനെ ഉമ്മനെ വിളിച്ചു, ഞാൻ വാങ്ങി കിട്ടി. അപ്പോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പറഞ്ഞ അവാർഡുകള് അത് വേറൊരു സന്തോഷമാണല്ലോ നമുക്ക്. അതുവരെ എന്റെ വീട്ടിൽ നടുക്കിരുന്നത് ഞാൻ പണ്ട് ഡ്രോയിങ്ങിന് എന്തോ വാങ്ങിച്ച ഒരു അവാർഡ്, എത്ര അവാർഡ് വന്നാലും ഒരു ചെറിയ ട്രോഫി എന്റെ ഉണ്ടോ, ഇതാണ് ഞാൻ നടുക്ക് വെച്ചിരുന്നത്. അതായിരുന്നു എന്റെ അതിലേക്കുള്ള ഒരു സംഭാവന. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കേട്ടോ വാങ്ങിച്ചത്. അത് ഞാൻ സ്ഥലം മാറ്റി കൊടുക്കണ. ഇതിന്റെ ഏറ്റവും വിഷയം വരുന്നത്, നമ്മള് ഏതെങ്കിലും സീനിൽ എനിക്ക് സ്വയം ഞാൻ തകർത്ത് അഭിനയിച്ചു എന്നൊക്കെ ഓർത്ത് വന്ന് ഇരിക്കുമ്പോഴത്തേക്കും ക്യാമറയുടെ ബാക്കിൽ ആരോടും ഇങ്ങനെ ഷോട്ട് നന്നായിട്ട് ചെയ്തായിരുന്നു, പിന്നെ കറക്റ്റ് ആസിഫ് അലി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ നന്നായിട്ട് അഭിനയിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആസിഫ് ആയിട്ടുണ്ട്. നമ്മളോട് ചില ഫ്രണ്ട്സ് ചില ദിവസം പറയില്ലേ, ഇടാ ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോക്കൂല്ലേ, ഒരു കാര്യം പറയാനുണ്ട് കേട്ടോന്ന്. ഏതാണ്ട് അതുപോലെ തോന്നിയ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇത് കാണുന്നത്. ഇത് കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇതെന്തത് ഇങ്ങനെ ഒരു പരിപാടി, ഇത് മനുഷ്യന് ബാക്കി അറിയണ്ടേ എന്നൊരു തോട്ട് ഉണ്ടല്ലോ. ഇന്നിപ്പോ ആ ഷോർട്ട് ഫിലിം സിനിമയാവുകയാണ്. സിനിമയിലെ നായകനാണ് ഇന്ന് എന്നോടൊപ്പം അസ്കർ അലി. വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ റാൻഡമായിട്ട് കണ്ടൊരു ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോ മനസ്സില് ഇതെന്താ ഇങ്ങനെ നിർത്തിക്കളഞ്ഞേന്നോ, അത് കിഡിലൻ മേക്കിങ്. കണ്ട ഒരു ഷോർട്ട് ഫിലിമിന്റെ ഫീലേ ഇല്ല. ഞാൻ കാണുന്നത് ഭയങ്കര റാൻഡം ആയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇത് വീണ്ടും യൂട്യൂബിൽ എപ്പോഴോ വന്നപ്പോൾ വീണ്ടും കണ്ടു. ഇന്നലെ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് സംഭവത്തിനെ കുറിച്ച് നമ്മളിത് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും കണ്ടു. അപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇതിന്റെ മേക്കിംഗ് ആണ്. എങ്ങനെയാ അസ്കർ ഇത് ആദ്യം കാണുന്നത്? ഐ നോ ജിത്തു ഇസ് യുവർ ഫ്രണ്ട്, അതല്ലാണ്ട് എങ്ങനെയാ കാണുന്നത്? ജിത്തു ഇതിനു മുമ്പ് എന്നോട് വേറൊരു സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്നെ വെച്ചൊരു പ്രൊഡ്യൂസറെ കിട്ടാനും പാടാണ്, ജിത്തു ഒന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ ഞാൻ പറയാടാ നിങ്ങളൊരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്, നമുക്ക് എന്നിട്ട് അത് കാണിച്ച് നമുക്കൊരു പ്രൊഡ്യൂസറെ പിടിക്കും. കാര്യം ഉമ്മാർക്കൊരു കാലിബർ ഉണ്ടെന്നുള്ളത് ഉമ്മാരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അറിയാം നമുക്കത്. അങ്ങനെ ഉമ്മാർ പോയി ഈ സംഭവം ഷോർട്ട് ഫിലിം ചെയ്യുന്നു. ഇത് ചെറിയൊരു ബഡ്ജറ്റിലാണെങ്കിലും അവർ ഗംഭീരമായിട്ട് അത് മേക്ക് ചെയ്ത് അയച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡ്യൂസറെ തപ്പി അങ്ങോട്ട് പോകേണ്ട വന്നില്ല. പ്രൊഡ്യൂസർ ഇങ്ങോട്ട് തന്നെ വിളിച്ചതൊരു സിനിമയായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അവന്മാർക്ക് എന്നോടുള്ള കടുത്ത പ്രേമം കാരണം അവരെന്നെ തന്നെ വെക്കുകയും ചെയ്ത്. അങ്ങനെയാണ് ഇത് സിനിമയാവുന്നത്. ഈ ഷോർട്ട് ഫിലിമിലെ അവസാനം നമ്മൾ നിർത്തിയേക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിൽ തന്നെ ഈ സിനിമയിലേക്കുള്ള കുറെ ലീഡുകളുണ്ട്. അത് കുറച്ച് ഹെഡ്ഫോണൊക്കെ വെച്ച് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ സൗണ്ടും ഇതൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതാണ് ഹെഡ്ഫോൺ വെച്ച് കേൾക്കണം അല്ലേ, അതാണ് പോയിന്റ്. ഞാനിത് ആദ്യം കാണുന്നത് ഈ സിനിമയും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ആ ഷോർട്ട് ഫിലിം ആക്ച്വലി സിനിമയ്ക്കുള്ള ഒരു ട്രെയിലർ ഇനി ആവശ്യമില്ല അല്ലെ, ട്രെയിലർ പോലെയാണ് ഇത് കിടക്കുന്നത്. ആ ഷോർട്ട് ഫിലിം കാണുമ്പോഴേ ഇത് ആക്ച്വലി ഇപ്പൊ സിനിമയാക്കാൻ വെച്ചിരുന്ന സ്ക്രിപ്റ്റ് ആണ്, അതാണ് ഷോർട്ട് ഫിലിം ആയിട്ട് നിങ്ങൾ ചെയ്തത് അല്ല? ഇത് അതായത് ചെയ്തു വന്നപ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കാം ഇതൊരു സിനിമയിലേക്ക് നമുക്ക് കൊണ്ടുപോവാം എന്നുള്ളത്. പിന്നെ നമ്മളൊരു വേറെ കഥയാണ് സിനിമയാക്കാൻ വേണ്ടി ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഒരു പ്രൊഡ്യൂസർ വന്നു, പ്രൊഡ്യൂസറിനെ ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മള് അത് കണ്ട എല്ലാ ആളുകളും അത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ പറയാൻ പറഞ്ഞില്ല, ആദ്യം ടി വിയിലാണ് കാണുന്നത്. അപ്പൊ നമ്മള് കമന്റ് ഒന്നും നോക്കില്ലല്ലോ. പിന്നെ ഫോണിൽ കാണുമ്പോൾ ഇതിന്റെ കമന്റുകൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് എന്താണ് 15 മിനിറ്റിൽ സിനിമ എടുത്തു വെച്ചേക്കുന്നോ എന്നൊക്കെ പറഞ്ഞാണ് കമന്റ്. അപ്പൊ ഈ ഭയങ്കരമായ ആക്സെപ്റ്റൻസ് കണ്ടിട്ടേ ഇപ്പൊ ഇതിന്റെ ഒരു പേടിയുണ്ടോ? കാരണം ആ ഷോർട്ട് ഫിലിമിന് കിട്ടിയ ഒരു ഭീകര എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ.
അല്ലേ, ഞാൻ ഇവരോട് എപ്പോഴും ചോദിക്കുന്ന, ജിത്തുവിനോട് ചോദിക്കാടാ എക്സ്പെക്ടേഷൻ കുറയ്ക്കാനാണോ നീ എന്നെ വെച്ച് എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചേക്കുന്നത്? ആൾക്കാർക്ക് വലിയ പ്രതീക്ഷ ആൾക്കാർക്ക് വരില്ലേ, ഇവന്റെ പടമല്ലേ എന്നൊരു തോന്നലിന് വന്നിരുന്ന് ഞെട്ടിക്കാനുള്ള പരിപാടിയല്ലേ. അതെ, അവൻ ശരിക്കും ജിത്തു കൂടെ വേണ്ടതായിരുന്നു ഇന്റർവ്യൂവിന്. അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം ഒരു ഫാമിലി ഡ്രാമ, ഒരു സിനിമ ഷൂട്ട് പഠിക്കാൻ പോകുന്ന ഞാൻ നല്ല പുള്ളിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് ഇൻസ്റ്റയില് ഈ പുള്ളിയാണോ അത് ചെയ്ത് വെച്ചേക്കുന്നത്? ഐ കാന്റ് ബിലീവ് ഇറ്റ്. ഒരു പാവം പിടിച്ച മനുഷ്യൻ, ഭയങ്കര പാവം. പക്ഷെ ഫുള്ള് ആ ഇൻസ്റ്റ പ്രൊഫൈലിലൊക്കെ ഫുള്ള് ഭാര്യയും കൊച്ചൊക്കെ ആയിട്ടൊക്കെയുള്ള ഫോട്ടോസ് ഒക്കെ മാത്രമുള്ള ഒരു പാവം മനുഷ്യൻ. അത് പുള്ളിയുടെ എല്ലാ ഷോർട്ട് ഫിലിമും അങ്ങനെയാണോ? അല്ല, അവൻ പറയുന്ന കഥകൾ മൊത്തം സൈക്കോയാ, മനസ്സിലൊരു സൈക്കോയാണ് അവന്റെ. എന്തോ ഒക്കെ ഉണ്ട് അവന്റെ മനസ്സിൽ. ഈ ജിത്തു പേരുള്ളവരുടെ പ്രശ്നമായിരിക്കും അതെനിക്കറിയത്തില്ല. ഇവർക്ക് ത്രില്ലറും നോർമൽ സാധനങ്ങളൊന്നും പറ്റില്ല, മനുഷ്യന്മാര് സഞ്ചരിക്കാത്ത വഴികളിലൂടെ. പക്ഷെ കിഡിലൻ സാധനം ഈ പറഞ്ഞ പോലെ. ഇതിപ്പോ നമ്മൾ കാണുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോഴും നമുക്ക് ഭീകര എക്സ്പെക്ടേഷനാണ്. കാരണം ആ പോസ്റ്ററിലും ഒക്കെ ഭയങ്കര ഭംഗിയാ പോസ്റ്റർ കാണാൻ. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഞാനിപ്പോ അധികം പ്രതീക്ഷകൾ പറയാറില്ല, എന്നാലും എനിക്ക് ഇതിലൊരു പ്രതീക്ഷയുണ്ട് ഇത്തവണ. ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തതും. പിന്നെ ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത ഫുൾ കാട്ടിൽ തന്നെയാണ്. ഒരു 27 ദിവസം നമ്മൾ കാടിനകത്ത് തന്നെ, ഞാനും വിനീതേട്ടൻ, പിന്നെ കുറച്ച് പാമ്പ്, കടുവ, പുലി എന്നൊക്കെ പറയുന്ന അവസ്ഥയായിരുന്നു. അപ്പോ പാലക്കാട് ധോണി ഫോറസ്റ്റിലുണ്ടായിരുന്നു. ഒരു 80% നമ്മൾ ഫോറസ്റ്റിൽ തന്നെയായിരുന്നു. ഈ ഫോറസ്റ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നില്ല. നല്ല ഫ്രഷ് എയറും, ഫോണിന് റേഞ്ച് ഇല്ല, ഒരു തിരക്കും ഇല്ല. ആരെന്ത് തിരക്ക് കൂട്ടിയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയാ. അതുകൊണ്ട് ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. ഇത് ഏതാ JSK ആണോ? ഇതിന്റെ ഒക്കെ ഇന്റർവ്യൂവിന്റെ സമയത്ത് അസ്കർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സംഭവത്തിൽ എനിക്കൊരു ഭയങ്കര പ്രതീക്ഷയുണ്ട് അല്ലെ. ഇത് ചെയ്ത്, അതായത് ഇത് കാണുമ്പോൾ നമുക്ക് ഇപ്പൊ എനിക്ക് ഹൊറർ ആണോ മിസ്റ്ററി ആണോ, ഈ നമ്മൾ ഭയങ്കര ഫാന്റസി കഥകളുണ്ടല്ലോ, അതോ ടൈം ട്രാവൽ ആണോ, ടൈം ലൂപ്പിൽ പെട്ടു പോകുന്നതാണോ, ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഡൗട്ട് വരും. ഇതിന്റെ ഒരു ജോണർ ചോദിച്ചാൽ എന്താ പറയാ? എന്നോട് ഡയറക്ടർ പറഞ്ഞേക്കുന്നത് മിസ്റ്ററി എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ വേറൊരു മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട്. ഏതാണ്ട് എനിക്കിത് കണ്ടപ്പോ ഏതാണ്ട് അങ്ങനെ ഒരു ഫീൽ വന്നു. അതായത് 15 വർഷം മുമ്പ് ലോക്കായി കിടക്കുന്ന ഒരു പോലീസ്, അങ്ങനെ ഒരു ഫീലാ വന്നേ. ഏറെക്കുറെ അങ്ങനെ ഒരു ഫീൽ കിട്ടും. അത് പറയൂല. പക്ക പറയൂല. പലരും പലതും ചോദിക്കും, പല രീതിയിലും ചോദിക്കും, പക്ഷെ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി എന്താ പറയാ? സംഭവത്തിനെ പറ്റി. സംഭവം ഒരു സംഭവമായിരിക്കും, അതേ പറയാനുള്ളൂ. ഇത് അധ്യായം 1 വന്നോണ്ട് ചോദിക്കുക, ഇതിനൊരു അടുത്ത പാർട്ട് ഉണ്ടാവും. പടം ഹിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത പാട്ട് കാണുമായിരിക്കും. ഉണ്ടാവും. പേടി ഉണ്ടാവും മനസ്സില്. എനിക്കാ സിനിമ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു ടെൻഷൻ. എനിക്ക് ഞാൻ ജിത്തുവിനോട് എപ്പോഴും പറയും, ഞാൻ കുറെ ഫ്ലോപ്പ് കണ്ടതാ, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, നിനക്കിതൊരു പുതിയ അനുഭവമായിരിക്കും കഴിയുന്നത്, അതുകൊണ്ട് നീ ടെൻഷൻ പോകണ്ട. പക്ഷെ നമ്മൾ ഇത് അടിക്കും. ഈ നമ്മളുണ്ടല്ലോ, അതായത് അസ്കറിന്റെ ഇന്റർവ്യൂസ് ഇപ്പൊ മേനെ പാർക്കിയുടെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഗസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അസ്കറിന് വേണ്ടി റീസെർച്ച് ചെയ്യുന്ന സമയത്ത് പഴയ ഇന്റർവ്യൂസിലുള്ള അസ്കറും ഇപ്പത്തെ അസ്കറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പണ്ട് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസിൽ യു എ വെരി എന്താ പറയാ നെയ്വ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു മനുഷ്യൻ. പക്ഷെ ഇപ്പൊ കുറെ കൂടെ മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. അതാ എനിക്ക് തോന്നുന്നു 6 വർഷം ഗ്യാപ്പില് പുറമേ നിന്ന് സിനിമ കണ്ടതിന്റെ ആയിരിക്കും ചിലപ്പോൾ. അതായത് ആദ്യം വരുമ്പോ നമുക്ക് സിനിമയോടൊരു ഭയങ്കര ഇഷ്ടത്തിൽ നമ്മൾ വരുന്നു, വന്ന് പെട്ടെന്നൊരു ഗ്യാപ്പ്, ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് എടുത്തിട്ട് പുറത്ത് നിന്നത് വാച്ച് ചെയ്യാനുള്ള വാട്ട് ഹാവ് യു ലേൺഡ്? അതായത് സിനിമയെ പുറത്ത് നിന്ന് കണ്ടൊരു മൂന്നാമത് ഒരാളായിട്ട് നിന്ന് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ചെയ്ത മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ എങ്ങനെ ഒരു സിനിമേനെ സമീപിക്കണം എന്നൊക്കെ ഉള്ളത് അതെല്ലാം മാറും. നമ്മുടെ എനിക്കൊന്ന് ഏതൊരു ജോലിയിലാണേലും എക്സ്പീരിയൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയി മെച്യൂരിറ്റി വരുമ്പോഴാണ് നമുക്ക് കുറെ പഠിക്കും, പിന്നെ കുറെ ട്രാവൽ ചെയ്യും, പിന്നെ കുറെ ഫ്രണ്ട്സായി, പിന്നെ നമ്മൾ സംസാരിക്കുന്ന മൊത്തം സിനിമയെ പറ്റിയാണ്. കുറെ കഥകളും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു മാറ്റം വരും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്താണ് നമ്മുടെ തെറ്റുകൾ, എന്താണ് നമ്മൾ ചെയ്ത്, എവിടെയൊക്കെയാണ് കയ്യിൽ നിന്ന് പോയത് എന്നൊക്കെ മനസ്സിലാവുമ്പോൾ തന്നെ പഠിച്ചോളും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇത് ഇങ്ങനെ ഒരു രീതിയിൽ പോയാൽ മതി എനിക്കിന്ന്. വാട്ട് ഈസ് ഇറ്റ് ഫോർ യു? എനിക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പണിയെടുക്കുക,
ബാക്കി ഞാൻ ഭയങ്കര പണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഓക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കണം, ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, ബാക്കിയുള്ളവരെ സൂചിപ്പിച്ച് നീക്കണം. ഇപ്പൊ ഞാൻ ഇതില്ല, ഓക്കെ ഞാൻ പണിയെടുത്താലേ എനിക്കുള്ളൂ. അപ്പോ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞാല് ഞാൻ എന്നിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. പിന്നെ എന്റെ വീട്ടിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്റെ ഇക്ക. പുള്ളി എങ്ങനെ പുള്ളിയുടെ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്യുമ്പോ മാറി വരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഞാൻ പഠിക്കട്ടെ വീട്ടിലിരുന്ന്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ചീത്തപ്പേര് കിട്ടാൻ ഇനിയും ഞാൻ പണി വാങ്ങിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് അതല്ല യങ് സിബ്ലിങ്സിനുള്ള റെസ്പോൺസിബിലിറ്റി അല്ലേ? പ്രത്യേകിച്ച് മൂത്ത ആള് കുറച്ചൊന്ന് അച്ചീവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പഠിത്ത കാലത്തെ പ്രശ്നമില്ലായിരുന്നു അല്ലേ നിങ്ങൾക്ക്? ഒരുപോലെ പഠിക്കില്ലായിരുന്നു. ഇക്ക പിന്നെ കൂടുതൽ ഉഴപ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വീട്ടുകാരെ അവരെ പറ്റിക്കാനെങ്കിലും ഞാനൊന്ന് അഭിനയിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഭേദം പറഞ്ഞു. അത് കാരണം വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ പുള്ളി മറ്റേ എല്ലാ രീതിയിലും നല്ല പേര്, നല്ല കുട്ടി അല്ലേ? അസിഫിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കങ്ങ് ഭയങ്കര സ്നേഹം ഒഴുകുന്ന ഒരു മനുഷ്യനാണ്. ഈ അതായത് അസ്കർ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് ഉമ്മ ഒക്കെ കസിൻസിന്റെ വീട്ടിൽ പോകുമ്പോ ഈ ട്രോഫികളൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു എന്നൊക്കെ പറയായിരുന്നു. ഒരു വലിയ ട്രോഫി ഈ വർഷം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല വീട്ടില്, സംസ്ഥാനമോട്. അതവിടെ അത് കിട്ടുമ്പോഴൊരു ഫീൽ എന്തായിരുന്നു? അതായത് എനിക്കറിയേണ്ടത് ഉമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് പറഞ്ഞ ഞാൻ അപ്പൊ ഉമ്മ വാപ്പൊക്കെ തൊടുപുഴയായിരുന്നു. ഇക്ക കിട്ടിയപ്പോ തന്നെ ആദ്യമേ വാപ്പാനെ ഉമ്മനെ വിളിച്ചു, ഞാൻ വാങ്ങി കിട്ടി. അപ്പോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പറഞ്ഞ അവാർഡുകള് അത് വേറൊരു സന്തോഷമാണല്ലോ നമുക്ക്. അതുവരെ എന്റെ വീട്ടിൽ നടുക്കിരുന്നത് ഞാൻ പണ്ട് ഡ്രോയിങ്ങിന് എന്തോ വാങ്ങിച്ച ഒരു അവാർഡ്, എത്ര അവാർഡ് വന്നാലും ഒരു ചെറിയ ട്രോഫി എന്റെ ഉണ്ടോ ഇതറിയാൻ നടുക്ക് വെച്ചിരുന്നത്. അതായിരുന്നു എന്റെ അതിലേക്കുള്ള ഒരു സംഭാവന. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കണ്ട വാങ്ങിച്ച അത് ഞാൻ സ്ഥലം മാറ്റി കൊടുക്കണ. അത് മാറ്റി ഇപ്പൊ ഇതായി. അവിടെ നമുക്കൊരെണ്ണം കൊണ്ടുവെക്കണ്ടേ? പിന്നല്ല അമ്മ വെക്കും, ഉറപ്പായിട്ട് വെക്കുന്നത്. ഈ ആസിഫിക്ക് മറ്റേ നമ്മുടെ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് അവാർഡ് കിട്ടി അതിന് തിരിച്ച് സംസാരിക്കുമ്പോൾ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സാധനം അത് ഭയങ്കര വൈറലായിരുന്നു. അതായത് ഇപ്പൊ എനിക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തിലല്ല ഒരു സിനിമയും എന്ന്. ഇതേ സാധനം അസ്കർ ഇതിനു മുമ്പ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇക്ക സിനിമയിൽ കയറി കഴിഞ്ഞിട്ടാണ് ഇത് മനുഷ്യന്മാർക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുവരെ ഇവരൊന്നും മനുഷ്യന്മാരല്ല എന്നൊരു ഫീൽ ആയിരുന്നു എന്ന്. ഇക്ക സിനിമയിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ ടുവേർഡ്സ് സിനിമ, നമ്മുടെ വ്യൂ പോയിന്റ് മാറുന്നത്. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ശരിക്കും ഞാൻ സിനിമയിൽ ഇപ്പൊ ഇക്ക വന്നോണ്ടാണ് ഞാൻ സിനിമയിലേക്ക് തന്നെ വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ആദ്യം കുറെ പടങ്ങളൊക്കെ അഭിനയിക്കുമ്പോ എനിക്ക് എന്താ നടക്കുന്നതെന്ന് തന്നെ എനിക്കൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കുറെ പേര് വരുന്നു, കുറെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുന്നു, പെട്ടെന്ന് അതെല്ലാം തീരുന്നു, വീണ്ടും അടുത്ത ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുന്നു, വേറെ സിനിമ പിടിക്കാൻ പോകുന്നു. അപ്പം എനിക്കറിയില്ല, ഞാൻ ഈ കോളേജ് ഹോസ്റ്റൽ പോലെയാണ് സിനിമ സെറ്റും കണ്ടിരുന്നത്. പിന്നെ കുറെ പണി കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ അടങ്ങിയിരിക്കണം. അങ്ങനെ ഇക്ക തന്നെ എന്നെ വിളിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പണി വായിച്ച് കൂട്ടരുത്, അവിടെ പോയിരുന്ന് വർത്താനം പറഞ്ഞ്. അങ്ങനെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ഇതുവരെ ഇക്കാടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഞാൻ സിനിമ വന്ന സമയത്ത് എന്നോട് പറഞ്ഞേക്കുന്നത്, നീ എനിക്കൊന്നും പറയാനില്ല, നീ തന്നെ പഠിച്ചോളൂ എന്നാ പറഞ്ഞേക്കണേ. അത് ഞാൻ പഠിക്കാൻ നല്ല സമയം എടുത്തു, നല്ല പഠനം പറഞ്ഞ് ഞാൻ പഠിച്ചത് ഓരോ സെറ്റ് നല്ല എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ ഇത്രയും ആദ്യമേ കുറച്ച് സിനിമകൾ ചെയ്തു, പിന്നെ സിനിമയൊന്നും ചെയ്യാതെ ഞാൻ കുറെ നാള് വീട്ടിൽ ഇരുന്നു. ഈ സമയത്തൊക്കെ എൻ്റെ കിളി പറഞ്ഞേക്കാണ്, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ ഇനി. അത് കഴിഞ്ഞിട്ട് കുറെ ട്രാവൽ ചെയ്തു. ഇതൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുമ്പോഴും ഇപ്പോൾ ട്രിപ്പ് പോകുമ്പോഴും ഓൾ ഇന്ത്യ ട്രിപ്പ് ഞാൻ 2 തവണ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്തു. അപ്പോൾ ഇത് പോകുമ്പോൾ ഇക്കാട് പോയി പറയും, അപ്പോൾ ഇക്ക പറയും ഇപ്പം അല്ലടാ സമയമുള്ളൂ, നീ പോയി എല്ലാം. ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഞാൻ കുറച്ചുകൂടെ എല്ലാം കൂളായിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ നല്ല സ്ക്രിപ്റ്റുകൾ വരാനും അതിനുവേണ്ടി അവരുടെ കൂടെ ഇരിക്കാനും ഒക്കെ സമയം കണ്ടെത്തി തുടങ്ങിയപ്പോഴാണ് എനിക്കും ഒരു ഇംപ്രൂവ്മെന്റ് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയത്. ഈ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് ഐ ഹേർഡ് യു സേയിങ് ടു. അതായത് പുള്ളീന്റെ ഓരോ സിനിമ കാണുമ്പോഴും എന്റെ ഇക്ക എന്നുള്ള ആളെ ഞാൻ സ്ക്രീനിൽ കാണുന്നില്ല, പുള്ളി അടിപൊളിയായിട്ടുണ്ട്. ഇത് പുള്ളിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ പറയാത്ത? അതെന്തോ
ഞങ്ങള് അങ്ങനെ മറ്റേ സാധനം action level ല് സംസാരിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പൊ നമ്മള് ട്രിപ്പ് പോകുമ്പോഴും ഒക്കെ ഒരുമിച്ചായി തുടങ്ങി. എങ്ങനെയോ മറ്റേ കറങ്ങി തിരിഞ്ഞ് നോക്കി ഇവന്മാര് ഇനി ഇവിടെ തന്നെ ഒരുമിച്ച് നമ്മള് താമസിക്കണൊക്കെ ഒരുമിച്ച്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് കുറച്ചുകൂടെ അടിച്ചു പൊളിക്കാനും പുറത്ത് ഇക്കായും കുറച്ചുകൂടെ ഫ്രീ ആയി, ഇക്കായും റിലാക്സ്ഡ് ആയി തുടങ്ങി കുറച്ച്. അപ്പൊ ഇക്കാട് കൂടെ ട്രാവൽ ചെയ്യാനും ഇപ്പൊ വേറെ മൂടാ. പക്ഷെ എനിക്കറിയാം, ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ എനിക്ക് ഇക്കാടെ മോൻ കണ്ടറിയാം ഇന്ന് എന്താ മൂഡ് എന്നുള്ളത്. അതനുസരിച്ച് ഞാൻ അടുത്തേക്ക് പോകും. ഷോർട്ട് ടെമ്പേർഡ് ആണോ പുള്ളി? പുള്ളി ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് വെച്ചാണ്. അതിന്റെ കൂടെ തന്നെ എനിക്കറിയാം, ഞാൻ എല്ലാവരും പറയും ഈ രാവിലെ ഇറങ്ങി വരുമ്പോൾ പുള്ളി ഇക്കാക്കും ഭയങ്കര ക്ലീനിങ് സ്വഭാവമൊക്കെ ഉണ്ട്. എല്ലാം രാവിലെ തുടച്ചിടണം, എല്ലാം വൃത്തിയായിട്ടിരിക്കണം. ഞാൻ നേരെ ഓപ്പോസിറ്റും ആണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ എല്ലാവരുടെയും ചെരുപ്പൊക്കെ എടുത്ത് തുടച്ചു വെക്കും. ഈ കയ്യിൽ എന്റെ ചെരുപ്പായിരിക്കണമെങ്കിൽ ഞാൻ ആ അടുത്തേക്ക് ഞാൻ പോവില്ല. ഞാൻ അതീ കൂടെ പോയിട്ട് ഞാൻ വിട്ട്. അപ്പൊ ഇത്താ തന്നെ കണ്ടുകൊണ്ട് കാണിക്കും വിട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും പറ്റും, നിനക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചൂടെ വെച്ചു. എന്താണ് ഒരു സാധനത്തോട് ഒരു വില വേണ്ടതെന്ന് പറഞ്ഞ് പിന്നെ ആ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഓടും. ഇത് ഞാൻ നിങ്ങൾ രണ്ടുപേരെ ശ്രദ്ധിക്കുമ്പോ ആസിഫൊക്കെ കുറേ കൂടെ മറ്റേ ട്രെൻഡിന് പുറകെ പോകുന്ന, അല്ലെങ്കിൽ ആസിഫൊക്കെ ഒരു ട്രെൻഡ് മേക്കർ ആയിട്ട് സ്റ്റൈൽ ചെയ്യുന്ന ആളാ. അസ്കർ കുറേ കൂടെ കംഫർട്ടിന്റെ ആളാണ്. ഞാൻ ഭയങ്കര മടിയനാ. ഇല്ലേ? ഞാൻ എന്തെങ്കിലും അതായത് ഭയങ്കര ഓവർ സൈസ് ഷർട്ട്, മറ്റേ വൈഡ് ലെഗ് ജീൻസ്, വൈഡ് ലെഗ് പാൻസ്, മിക്ക ഫോട്ടോസിലും അങ്ങനെ ഭയങ്കര കംഫർട്ടിന്റെ ഞാൻ ആളാണ്. ഉറങ്ങി എഴുന്നേക്കുമ്പോ കൈ കിട്ടുന്നത് എടുത്ത് ഒരിടയ്ക്ക് ഇക്കട തന്നെയാണ് കേട്ടോണ്ടത്. പിന്നെ ആൾക്കാർ ഇതേ ഷർട്ട് തന്നെ ചേട്ടനും അനിയനും ഉണ്ടോ, ഞാനോ ഇത് പടിയാണല്ലോ ഇത് തന്നെ എടുത്തിട്ടോണ്ട് പോകും. അപ്പൊ ഞാൻ ഭയങ്കര ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇടയ്ക്ക് എന്നെ പിക്ക് ചെയ്യാൻ വരുമ്പോ മറ്റേ ഫ്രണ്ട്സ് രണ്ട് ഫ്രീക്കന്മാര് റിക്കായി ഫ്രണ്ട്സ് ഒക്കെ നടക്കുന്നത് അങ്ങനെ. ചിലര് ഫ്രണ്ട്സ് ഒക്കെ മുടിയൊക്കെ കെട്ടി വെച്ച് മറ്റേ പഴയ ധൂമിലൊക്കെ ലുക്കിലേക്ക് ഇവരൊക്കെ പഴയ കൊച്ചിലെ ഫ്രീക്കന്മാരാന്നല്ലേ പുള്ളിയുടെ. ഇപ്പൊ ഇതിലേക്ക് തിരിച്ചു വരുമ്പോഴേ എപ്പോഴും ഈ അതായത് ഹൊറർ ഫാന്റസി മോഡിലെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു ഫീലാണ്. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ആ തിയേറ്ററിന്റെ ആംബിയൻസ്, ഇതിന്റെ സൗണ്ട്, മ്യൂസിക്, ഇതൊക്കെ ആ ഫീലിനെ ഭയങ്കര എൻഹാൻസ് ചെയ്യുമല്ലോ. നമ്മൾ അങ്ങനെയാണ് പേടിക്കുന്നതും ഒക്കെ. നിങ്ങൾ എങ്ങനെയാ പേടിക്കുക? അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി നിന്നാൽ നിങ്ങൾക്ക് ഇതൊന്നുമില്ല, റോ ആയിട്ട് ഡയറക്ടർ പറഞ്ഞിരുന്ന ചിലപ്പോ ഒരു മൊമെന്റ് ആയിരിക്കുമല്ലോ, നിങ്ങളുടെ തലയിലപ്പോ എന്തായിരിക്കും ഇത് പുറത്തേക്ക് കാണിക്കുന്ന സമയത്ത്? ഇല്ല, നമ്മള് പിന്നെ ഈ വെബ് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മള് സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കുറെ പിടികിട്ടി മനസ്സിലായി, മൂഡ് മനസ്സിലായി. പിന്നെ അല്ല, നമ്മള് തലേന്നേ ഇരുന്ന് ഇവൻ കറക്റ്റ് പോയിന്റ് എല്ലാം പറഞ്ഞു തരും. ഇങ്ങനെയാണ് കാര്യങ്ങള്, ഇതാണ് പരിപാടി, ഇതാണ് ആളുടെ ക്യാരക്ടറിന്റെ മൂഡ്, ഇതാണ് ഇത്. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും പിന്നെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കഷൻ മൊത്തം ഇതിനെ പറ്റി ആയിരിക്കും. എങ്ങനെയാണെന്നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഒരു കഥ കേട്ടിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കണ്ട വെബ് സീരീസിലെ ക്യാരക്ടറിൻ്റെയോ ഇതൊക്കെ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് പറഞ്ഞുതരും ഇതാണൊക്കെ മൂഡ്. പിന്നെ നമ്മൾ ഭയങ്കര ചില്ലായിരുന്നു. പിന്നെ ഷൂട്ട് ഭയങ്കര യങ് ടീമും, ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും എല്ലാം നമ്മുടെ ചങ്കു ആൾക്കാരാണ്, നമ്മുടെ ടീമാണ്. നമ്മള് രാവിലെ കാട്ടി കയറുന്നു, പിന്നെ അവിടെ അങ്ങ് പാതിരാത്രി വരെ നിൽക്കാൻ പറ്റില്ല. അവിടെ 5 മണിയാകുമ്പോ ലൈറ്റ് പോകും. നമ്മൾ ലൈറ്റ് പോകുമ്പോഴത്തേക്കും കാട്ടിന്ന് ഇറങ്ങണം. പിന്നെ ഇടയ്ക്ക് നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. വൈൽഡ് ലൈഫ് എൻകൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിട്ടാ? ഇടയ്ക്ക് വല്ല പാമ്പോ. ആദ്യമേ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ഇതിന്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം കാട് ഇതൊക്കെ ആയതുകൊണ്ട് ചവിട്ടുമ്പോ എല്ലാരും പറയും പാമ്പുണ്ടോന്ന് നോക്കണം, അല്ലെങ്കിൽ അവിടെ മറ്റേ ആനാക്കൊണ്ടനെ കണ്ടുവന്ന ഒരാൾക്കാർ പറയും. അങ്ങനെ നമ്മള് പിന്നെ അവസാനമൊക്കെ പാമ്പിന്റെ തൊട്ടടുത്തെന്നൊക്കെ ഞാൻ അഭിനയിച്ചു. മൈൻഡ് ആക്കാൻ പോയില്ല, കണ്ടു സംഭവത്തിന് നമ്മളെ ഏതെങ്കിലും ഒരു, അതായത് ഇത് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ് സീരീസ് ആയിട്ട് ഒന്ന്, അതായത് ഏറെക്കുറെ അതുപോലെ എന്നൊക്കെ പറയാൻ ഒരു സാധനം ഉണ്ടോ? അങ്ങനെ ഒരു മോഡ് കിട്ടുമായിരിക്കും തോന്നുകയാണെങ്കിൽ. നമ്മള് ആ ഒരു കൊറേ ഉണ്ട്, അത് ഞാൻ പറയില്ല, അതിനെപ്പറ്റി ഞാൻ പറയില്ല. ഇല്ല, അത് മാറ്റാളോ ഞാൻ ഇല്ല. ചോദ്യമേ ഡിലീറ്റ് ചെയ്ത് ദൈവമേ. പിന്നെ ഇപ്പൊ എങ്ങനത്തെ സാധനം എങ്ങനെ അറിയാ നിങ്ങൾക്ക്? ഇത് ആക്ച്വലി എത്ര പാർട്ട്, അതായത് ഇത് സക്സസ്ഫുൾ ആവുമെന്ന് വിചാരിക്കും, എത്ര പാർട്ടാണ് നിങ്ങളുടെ തലയിലുള്ളത്?
എത്ര പാട്ട് വേണേലും പോകും. അതിനുള്ള സാധനം ഉണ്ട്. സംഭവം വിറ്റ് ഞാൻ ജീവിക്കും. ഞാൻ അവെഞ്ചേഴ്സ് പോലെ കിട്ടിയ സാധനം അത് പൊളിക്കും എന്നൊക്കെ. ഇത് കഴിയുമ്പോ, അതായത് ആസ് എൻ ആക്ടർ സംഭവം കഴിയുമ്പോ എനിക്ക് ആസ് എൻ ആക്ടർ കുറച്ചും കൂടെ എന്റെ ലെവൽ ഒന്ന് അപ്പാവും, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. പിന്നെ എനിക്ക് അറിയത്തില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ മാക്സിമം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പറയല്ലോ, എനിക്ക് എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് ഒരു 2 കൊല്ലം കഴിയുമ്പോഴാണ് എനിക്ക് ചേടാ ഇതാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എനിക്ക് പിന്നെ ഞാൻ ഭയങ്കര ഈ റിവ്യൂസ് ഒക്കെ ഇനി എന്ത് പറയും. റിവ്യൂവിന് പേടിയുണ്ടാ? എനിക്കിഷ്ടം കേൾക്കാൻ. പിന്നെ കൊറേ പേര് എന്നിട്ടൊക്കെ കൊന്ന് എനിക്കിപ്പോ ശീലമായി. കേൾക്കുമ്പോഴേ തുടക്കം കേൾക്കുമ്പോഴേ അറിയാം ഞാൻ ഇങ്ങനെ ആയിരിക്കും നിക്കണേ. ഓ വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഈ അടുത്തിറങ്ങിയ പടങ്ങളിലൊന്നും കിട്ടിയിട്ടില്ല. എന്നെ എല്ലാവരും വെറുതെ വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇത് പറയുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഹെയ്റ്റ് കമന്റ്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് കമന്റ്സ് നമ്മളെ ബാധിക്കില്ല. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്നലെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയത് ഔട്ട് ഇറങ്ങിയപ്പോൾ ചുമ്മാ എടുത്ത് കണ്ടു നോക്കിയതാ. ഓ അതിൻ്റെ ഇടയിൽ എനിക്ക് പൂര ചീത്ത കേട്ടോ. കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ളതാണ്. ഡെസ്പായി പോയി. എന്ത് ചെയ്യപ്പോ? അതായത് ഭയങ്കര സങ്കടം വരുമോ? പിന്നെ അതിൽ നിന്ന് തിരിച്ചൊരു എന്താ ചെയ്യാ? ഇല്ല, എനിക്ക് ആദ്യമൊക്കെ കൊറേ കമന്റ്സ് ഒക്കെ വരുമ്പോ ഭയങ്കര വിഷമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ആൾക്കാരങ്ങനെ മറന്നു. അപ്പൊ എനിക്ക് വിഷമമായി. അതെന്താണ് ഇപ്പൊ ആരും മൈൻഡാക്കാത്ത. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മറ്റേ റിവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും വലിയ തരക്കേടില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിലാണല്ലോ നമ്മള്. പിന്നെ നമ്മള് എല്ലാവർക്കും കാണാനുള്ള സിനിമ, അവരെ അഭിപ്രായങ്ങൾ നമ്മള് മാനിക്കണമല്ലോ. കാശ് കൊടുത്താണല്ലോ അവര് പറയണത്, നമ്മള് കേട്ടേ പറ്റുള്ളൂ. ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അതുപോലെ ക്യാമറയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അവരുടെ കൂടെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ മുതൽ ഓരോ സിനിമയുടെ പ്രോഗ്രസ്സിലുണ്ടല്ലോ. ഡു യു ഹാവ് എനി പ്ലാൻ ഓഫ് റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ? ഇല്ല, എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ അറിയാവുള്ളൂ. ഞാൻ ഇരുന്ന് മോട്ടിവേറ്റ് അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ഒരു പണി അറിയില്ല. അതൊക്കെ വരയൊക്കെ ഉണ്ട്. അത് ഇപ്പൊ ഇക്കാടെ പിള്ളേരെ കൂടെ ഇരുന്ന് അവർക്ക് എന്തേലും അവരുടെ കൂടെ അവരുടെ സ്കൂളിലെ പ്രൊജക്ട് ചെയ്യുക, അവിടെയാണ് എന്റെ കഴിവിരിക്കുന്നത്. അവരുടെ മുമ്പിലാണ് ഞാൻ ഹീറോ. അവര് ഞങ്ങള് ഏകദേശം ഒരേ പ്രായമാണ്. അതുകൊണ്ട് അവരായിട്ടാണ് ഞാൻ കൂടുതൽ. ഞങ്ങള് രാത്രി കിടന്ന് ഉറങ്ങുന്നതൊക്കെ ഒരുമിച്ച് ഞങ്ങള് 3 പേരും. അതുകൊണ്ട് സെറ്റാണ്. ഞങ്ങള് രാത്രി വിഷമങ്ങൾ ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് 3 പേരെ സംസാരിക്കും. ചെറിയ പിള്ളേരോട് അവരുടെ സ്കൂളിലെ വിഷമങ്ങള്. ഓ അങ്ങനെ. അവരുടെ പ്രായത്തിൽ എല്ലാവർക്കും അവരുടെ ബുദ്ധിമുട്ട്. എന്താ കുട്ടികളുടെ ടെൻഷൻ? അവർക്ക് എന്തൊക്കെ ടെൻഷൻ. വേറെ ക്ലാസ്സിലെ പിള്ളേരായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴുള്ള ടെൻഷൻ, സ്കൂളിലെ ഹോംവർക്ക് ചെയ്യാതെ പോകുമ്പോഴുള്ള ടെൻഷൻ. ഇതിനൊക്കെ ഞാൻ പേരൻസ് മീറ്റിങ്ങിന് വരെ പോയിട്ടുണ്ട്. ഞാൻ ഇവരുടെ കൂടെ ഇക്കയത്തത്തെ ഇല്ലാത്തപ്പോ എന്നെ വിളിച്ചോണ്ട് പോകും. ഞാൻ വീട്ടിലിരിക്കും. ഇവര് പോകുന്നതിന് മുമ്പ് ഇവരെനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടാ പോകുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ പറയണം. പോയിരിക്കുമ്പോ ഇവളൊക്കെ എന്നെ നോക്കിട്ട് പറയും, അച്ഛൻ നെർവസ് ആണോ? ഇല്ലില്ല, കുഴപ്പമില്ല. എനിക്ക് പണ്ട് ടെൻഷൻ ഉണ്ടോ? ഇവരെന്നോട് ഇല്ലില്ല, ഓക്കെ ടെൻഷൻ അടിക്കാതിരിക്കും. ഞാൻ പറഞ്ഞ ഓക്കെ. എനിക്ക് പണ്ട് ടീച്ചേഴ്സിനെ കാണുമ്പോ കൈയും കാലും പറക്കി. ഞാൻ ഇവരെ മുമ്പിൽ നിന്നിട്ട് ഇവര് ചോദിക്കും ഇങ്ങനെ പിള്ളേര് എങ്ങനെയാ വീട്ടില്. അങ്ങനെ കുറച്ച് ഉഴപ്പാണ്, സ്വാഭാവികമായിട്ടും നമ്മള് കേട്ടേക്കുന്ന അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ പറയൂല്ലോ. കുറച്ച് ഉഴപ്പാന്ന് പറയുമ്പോ തന്നെ, കുറച്ച് വാശിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്റെ കൊല്ലറ്റ് ചുട്ടു കിട്ടും. ഇപ്പൊ ഞാൻ വാശി ഉണ്ടാക്കി ഇല്ല, ചുമ്മാ പറഞ്ഞതാ. അവനും അങ്ങനെ തന്നെയാ, മോനും അവനും അങ്ങനെ തന്നെ. ഇവർ രണ്ടുപേരുടെ കൈ പിടിക്കും സ്കൂളിൽ പോകുമ്പോഴത്തേക്കും. ടെൻഷൻ ആവണ്ട, വേർക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കും. ടീച്ചേഴ്സ് ഒന്നും പറയില്ല. എന്റെ പേരൻസ് മീറ്റിങ്ങിന് പണ്ട് ഇക്ക വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട, എന്റെ ഡയറിയിൽ മറ്റേ പണ്ട് മാർക്ക് ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നീക്കുക. അപ്പൊ അടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് ഇന്നത്തെ കേട്ട്, ഭയങ്കര മോശമല്ലേ അനിയൻ. പിന്നെ കൈ കണക്കായോണ്ട് പുള്ളി കുഴപ്പമില്ല, എന്റെ രീതി ഇതൊക്കെ മതി. അത് പറഞ്ഞപ്പോ കറക്റ്റാ സെയിം മോഡുലേഷൻ ഇല്ലേ?
അതെപ്പോഴെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? വളരെ പ്രശ്നമായിട്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്ന് നോക്കുക, നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, കണ്ടപ്പോ തന്നെ ഒരു കറക്റ്റ് ആസ്വദിക്കുക, ഒരു വ്യത്യാസമില്ലല്ലോ ഭഗവാൻ. ഇതിന്റെ ഏറ്റവും വിഷയം വരുന്നത് നമ്മള് ഏതെങ്കിലും സീനിൽ എനിക്ക് സ്വയം ഞാൻ തകർത്ത് അഭിനയിച്ചു എന്നൊക്കെ ഓർത്ത് വന്ന് ഇരിക്കുമ്പോഴത്തേക്കും ക്യാമറയുടെ ബാക്കിൽ ആരോടും എങ്ങനെയുണ്ടായിരുന്നു ഷോട്ട് നന്നായിട്ട് ചെയ്തായിരുന്നു, പിന്നെ കറക്റ്റ് ആസിഫ് അലി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ നന്നായിട്ട് അഭിനയിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആസിഫിക് ആയിട്ടുണ്ട്. അയ്യടാ, അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് ഇടോ? എനിക്കത് വന്നു പോകൂലേ? അത് ജീനിലുള്ളല്ലേ, അതിന് എന്ത് ചെയ്യൂലേ? അതാണ് ഈ ഒരേപോലെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടായ പ്രശ്നം. എന്ത് ചെയ്യാനാ, പുള്ളിനെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യിപ്പിച്ചാലോ? അത് നോക്കണം. അല്ല പുള്ളി ഇപ്പൊ 6 പാക്ക് ഒക്കെ ആക്കി, ഞാൻ കുറച്ചുകൂടെ വണ്ണം വെക്കാൻ നോക്കട്ടെ. അത് നടക്കും, അത് ശരിയാട്ടോ. അത് ലാസ്റ്റ് ഏതിനായിരുന്നു, കിഷ്കിന്താണ്ടത്തിനാണോ? അല്ല അത് കഴിഞ്ഞിട്ട് മിറാജിനാന്ന് തോന്നുന്നു. അതിന്റെ സമയത്തുണ്ട് ഇപ്പൊ പുള്ളി പറയാ, ജീത്തു സാറ് പറയാ അസിഫിന് പണ്ടത്തിനേക്കാൾ കുറച്ചും കൂടെ ദേഷ്യം കൂടി ഉണ്ട്, കാരണം വൻ ഡയറ്റിങ് ആണല്ലോ, ഈ ഡയറ്റിങ് ആണ്. അപ്പൊ പുള്ളി പറയാം, ഈ ആൾക്കാർ കൊടുത്തിട്ട് മാമ്പഴ പുളിശ്ശേരി ഒക്കെ അപർണയുടെ അമ്മ കൊണ്ടൊന്ന് കൊടുക്കുന്നത്. അപ്പൊ പറയാ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൊണ്ടുവരും, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മറ്റേ ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ മാമ്പഴ പുളിശ്ശേരി വിട്ട് ആ അവസ്ഥയാണിത്. ഇക്ക മറ്റേ ടിക്കി ടാക്കിയെ കുറിച്ചൊക്കെ ഭയങ്കര പ്രതീക്ഷയില് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹീ ഈസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ടിക്കി ടാക്ക. ഇതേ എക്സൈറ്റ്മെന്റ് സംഭവത്തിന് യു ഹാവ് അല്ലെ? ഇതേപോലെ, കാരണം കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മളിത് കേൾക്കുന്നുണ്ടല്ലോ, സംഭവത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന്. ആ എക്സൈറ്റ്മെന്റ് ആലോചിക്കുമ്പോ ഇപ്പൊ ഇത് റിലീസ് ആവാൻ പോവാണല്ലോ, ആ എക്സൈറ്റ്മെന്റ് ദൈവമേ ഇതെങ്ങാനും സെറ്റ് ആയില്ലെങ്കിൽ അങ്ങനെ ആലോചിക്കാം, അങ്ങനെ ആലോചന വരുമോ? ഒരു നെഗറ്റീവ് ഫീല് ഇല്ല. എനിക്കെന്താ തരും, ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ഒരു പടവും ഞാൻ ഹിറ്റായിട്ട് ഇതുവരെ കാണാത്തോണ്ട് എനിക്കതൊക്കെ ഒരു ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് എങ്ങനെ ഹിറ്റ് ഉണ്ടാവുന്നൊരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. പടം ഇറങ്ങുന്നു, ഒരാഴ്ചക്കുള്ളിൽ അതിന്റെ ഒരു പ്രശ്നം അങ്ങ് തീർന്ന് ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് ആലോചിച്ചിരിക്കലാണ് എന്റെ പതിവ്. ഇതവണ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഒരു വിജയം. ഇത് കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് ഒരു ഫീല്, ദിസ് വിൽ വർക്ക് ഔട്ട്. ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ പടത്തിന്റെ ഇന്റർവ്യൂവിൽ എന്ത് വരുന്നിട്ട് ഇങ്ങനെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ജോലിയാവും, ഒരു പണിയാവും എന്നാ പ്രതീക്ഷിക്കുന്നത്. ഇത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞു ഒരു ഇന്റർവ്യൂവിൽ ഒരുത്തന്നെ കമന്റ് ഉണ്ട് ഒരാളുടെ, ഇവന് ഇതുവരെ പണിയായിട്ടില്ല, വർഷം അതും പറയാൻ പറ്റില്ല. പിന്നല്ല എന്നൊക്കെ ഈ നമ്മൾ സ്ക്രിപ്റ്റ് വരുമ്പോഴേ, നമ്മുടെ അടുത്ത് സ്ക്രിപ്റ്റ് വരുമ്പോ നമ്മൾ ആസ് എൻ ഓഡിയൻസ് ആണല്ലോ ഇത് വായിക്കുന്നതും. ഇപ്പൊ നമുക്കിപ്പോ എല്ലാ സിനിമയും നമുക്ക് കാണുമ്പോൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പാടായിരിക്കും. ഞങ്ങൾ ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് കാണുന്നത്, നിങ്ങൾ കാണുന്നത് പ്ലെയിൻ സ്ക്രിപ്റ്റാ, റോ സ്ക്രിപ്റ്റാ. ഇതെങ്ങനെയാ ജഡ്ജ് ചെയ്യാ? സ്ക്രിപ്റ്റ് എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ച് തുടങ്ങുമ്പോ തന്നെ മനസ്സിലാവും ഇത് പടി പാളുവോ അല്ലെങ്കിൽ രസമുണ്ടോ. കാര്യം വായിച്ചു തുടങ്ങുമ്പോ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഒരു ഫ്ലോയിലിരുന്ന് മൊത്തം വായിക്കും. കഥ വായിക്കാൻ ഒരു രസം ഉണ്ടാവുമല്ലോ അല്ലേ? കഥ വായിച്ച് ഇതെന്താ സംഭവിക്കാൻ പോകുന്നേന്നൊരു, എനിക്ക് സംഭവത്തിന്റെ ഇതായിരുന്നു, എനിക്ക് അപ്പൊ തന്നെ വായിച്ച് തീർക്കണമായിരുന്നു. ഇത് അവസാനം ഇത് എങ്ങോട്ട് പോകുന്നേന്നൊരു മൂഡ് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ കിട്ടിയത്. ചിലത് വായിക്കുമ്പോ എനിക്ക് കിട്ടും. ഇത് എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം നമ്മൾ ഈ പുറത്തുള്ള സീരീസ് ഒക്കെ കാണുന്നോണ്ട് പുതിയ കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബാക്കി ക്ലീശ പരിപാടിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറെക്കുറെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വായിക്കുമ്പോ ബോറടിക്കും. പിന്നെ ഇതുവരെയുള്ള സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അറിയാം, നമുക്ക് അഭിനയിച്ച് വന്ന് സിനിമ ഇറങ്ങാറാകുമ്പോ ഏകദേശം ഇതിന്റെ ഒരു മൂഡ് മനസ്സിലാവും, ഇത് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് ഈ സംഭവത്തിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നോക്കാം. അങ്ങനെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ വന്നിട്ടുള്ള സിനിമകളോട് ഇപ്പൊ കുറെ സ്ക്രിപ്റ്റിനോട് നോ പറഞ്ഞിട്ടുണ്ടാവല്ലോ, ഏതെങ്കിലും ജഡ്ജ്മെന്റ് പാളിപ്പോയിട്ടോ? അതായത് നോ ഇല്ല, എനിക്ക് വന്ന എല്ലാ സിനിമയും പൂട്ടിയിട്ടുണ്ട്. ഒരു മടിയില്ല. അപ്പൊ ജഡ്ജ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിലെന്തോ ഒരു സാധനം ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇപ്പൊ ഈ കൊറേ ട്രാവൽ ചെയ്തത്, ഓൾ ഇന്ത്യ ട്രിപ്പ് തന്നെ 2 പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ട്രിപ്പ് പോകുമ്പോഴേ നമ്മൾ എപ്പോഴും പറയും, നമ്മളെല്ലാവരും ട്രിപ്പ് എന്ന് പറയുമ്പോൾ മിക്കവാറും ആളുകൾ ഇന്റർനാഷണൽ സാധനങ്ങളായിരിക്കും പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലീശേ മൂന്നാർ, കൊടൈക്കനാൽ. ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുമ്പോ ഇന്ത്യയുടെ ഉള്ളിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 2-3 സ്ഥലങ്ങൾ പറഞ്ഞ ഏതാ പറയാ? അതായത് ഇന്ത്യക്കകത്ത് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. എനിക്ക് ലഡാക്കൊക്കെ എനിക്ക് ഭയങ്കര തണുപ്പും, ശ്രീനഗർ ഇതൊക്കെ എനിക്ക് കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. മരുഭൂമി ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. മരുഭൂമി പേഴ്സണല്ല. എനിക്ക് പിന്നെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള കഴിവ് എനിക്ക് പണ്ടേ ഇല്ല.
എനിക്ക് പോകുമ്പോ ഈ ട്രിപ്പ് പോകുമ്പോ എനിക്ക് ഫ്രണ്ട്സ് കൂടെ ഉണ്ടല്ലോ. എനിക്ക് ഇവരുടെ കൂടെ എനിക്ക് ഒരു സ്ഥലത്തിന്റെ പേര് മര്യാദക്ക് അറിയത്തില്ല, എനിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് കൂടെ അങ്ങ് പോവാ, ആഘോഷ കമ്മിറ്റി ആഘോഷ കമ്മിറ്റി ആക്കി കൊടുക്കുക എന്നുള്ളത്. എവിടെ പോയാലും ഞാൻ പരിപാടി ഓളം ആക്കി കൊടുക്കും. അല്ലാതെ സ്ഥലമൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ എവിടെ പോകണം. ഇപ്പൊ കറന്റ്ലി വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന സീരീസ് ഏതാ? ഞാനിപ്പോ സ്ട്രേഞ്ചർ തിങ്സ് ഒന്നുകൂടെ എടുത്തിരുന്ന് കാണും. എനിക്ക് ഈ കാരണം ഞാൻ ഇങ്ങനെ ഇതൊക്കെ പോലെ സംഭവം ആൾക്കാർക്ക് ഇഷ്ടാവോ എന്ന് ഞാൻ വേറൊരാളായി കണ്ടു നോക്കുന്ന പോലെ ഇരുന്ന് കാണും കേട്ടോ എല്ലാം ഒരുമാതിരി. പക്ഷെ എനിക്ക് സീരീസുകൾ പൊതുവെ എനിക്ക് അവസാനം വരെ എത്താൻ എനിക്ക് ഇച്ചിരി പാടാണ്. ബിഞ്ച് വാച്ച് ചെയ്യുന്ന കൂട്ടത്തിലല്ല, എനിക്ക് കുറെ സമയം എടുക്കും. എനിക്ക് പെട്ടെന്ന് പരിപാടി പറഞ്ഞു തീർക്കണം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പരിപാടി പെട്ടെന്ന് സിനിമയാകുമ്പോ 1 മണിക്കൂറിലും പരിപാടി 2 മണിക്കൂറിൽ തരുള്ളൂ. സീരീസ് എനിക്ക് ക്ഷമയില്ല, ഇത് പറഞ്ഞു വലിച്ചു നീട്ടരുത്, പെട്ടെന്ന് കഥ അവസാനിപ്പിക്കണം എന്നുള്ള രീതി. പക്ഷെ അപ്പൊ ഈ പ്രോസസ് എങ്ങനെ എൻജോയ് ചെയ്യാം സിനിമ മേക്കിങ്ങിന്റെ? കാരണം ഈ പറഞ്ഞ പോലെ എത്ര നാളെടുത്തിട്ടാ നിങ്ങൾ ഒരു സിനിമയുടെ പുറകെ കിടക്കുക? അത് എനിക്ക് അഭിനയിച്ചാ പോരെ, എന്റെ പണി അവരുമായിട്ട് ചുമ്മാ അവർക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുക, അവരോട് ഇന്ന് സംസാരിക്കുക, കമ്പനി അടിക്കുക, അവര് പറയുന്നത് അഭിനയിക്കുക. ഈ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് സീൻ ഓഫ് ആസിഫ് അലി സിനിമ? കാരണം ഇപ്പൊ എനിക്ക് ആസിഫ് ഖാൻ ആലോചിക്കുമ്പോൾ കിഷ്കിന്താണ്ടത്തിൽ പുള്ളി വണ്ടി ഓടിച്ചു പോകുന്ന സീനാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരിക. പുള്ളിയുടെ ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതായത് കണ്ണിങ്ങനെ നിറഞ്ഞ് മുഖത്തൊക്കെ ഭയങ്കര ടെൻഷൻ, അതെങ്ങനെ നിങ്ങൾ ചെയ്ത്? വാട്ട് ഇസ് ഇൻ യുവർ മൈൻഡ് ഇക്കാന്ന്? അതായത് ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടർ, നോട്ട് യുവർ ഇക്ക, ആക്ടറിനെ ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു സീൻ, ഈ പുള്ളി ഇത് എങ്ങനെയാ ചെയ്തതെന്ന് തോന്നിയിട്ടുള്ള ഒരു സാധനം? അനുരാഗ് കരിക്കുംവെള്ളത്തിൽ ആ അടി കിട്ടുമ്പോൾ ഉള്ള സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടികിട്ടല് അവസാനം പുള്ളി പറയണ്ടായിരുന്നു, എനിക്കിപ്പോ അടി ആൾക്കാർ തരുമ്പോ പേടിയാണ്, കാരണം ഇനി ഞാൻ റിയാക്ട് ചെയ്യുന്നത് ശരിയായില്ലെങ്കിലോ. പിന്നെ ഇക്ക ഏത് സിനിമയിൽ കരഞ്ഞാലും ഞാനും ഇരുന്ന് കരയും. ഞാൻ തിയേറ്ററിൽ എനിക്ക് ഒരു ഇമോഷണൽ സീനും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. എവിടെ കേട്ടായിരുന്നു ഭയങ്കര പ്രശ്നം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എന്റെ കൂടെ എനിക്ക് ചിരി കരച്ചിൽ ഇതൊന്നും എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇടയ്ക്ക് പറയുന്നത് മോശമാണെങ്കിൽ ഇടയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നെയ്യും, എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും മതി. ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോഴാണ് പ്രശ്നം. നമ്മൾ കയറുമ്പോൾ എന്തെങ്കിലും കോമഡി പറഞ്ഞുകൊണ്ടായിരിക്കും ഭർത്താവ് പറഞ്ഞ പള്ളി കയറി. ഇതെനിക്ക് ചിലപ്പോൾ എനിക്ക് ട്രിഗർ ചെയ്യും. എനിക്ക് എല്ലാവരും മിണ്ടാതിരിക്കുമ്പോ എനിക്ക് ഇതിന്റെ ചിരി വരും. എനിക്ക് ചിരി എനിക്ക് ഒരു രീതിയിലും എനിക്ക് ചില സീരിയസ് സിറ്റുവേഷനിൽ വരെ എനിക്ക് ചിരി വന്നിട്ട് ഞാൻ വെറുതെ ടീച്ചേഴ്സിന്റെ അടി മേടിച്ചിരുന്ന കുറച്ചിരിക്കാരും ഒരു കാര്യമില്ല, നമ്മളെയും കൂടെ ചിരിപ്പിക്കും. ഒരു കാര്യമില്ലേ, ഈ ലാസ്റ്റ് അങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു മെഴുകിയ സിനിമ ഏതായിരുന്നു? ലാസ്റ്റ് ഞാൻ വാഴ സിനിമയുടെ ക്ലൈമാക്സിൽ ഇരുന്ന് ഞാൻ കുറെ ഇരുന്ന്, അത് ഞാനും ഇക്കാട് മക്കളും അതും ഹൈ ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നേ. ഇവരെന്നെ കരയില്ലേ, ഇവളുടെ മോക്ക് ഞാനിങ്ങനെ എന്നിട്ട് ആദ്യം എന്നോട് വണ്ടി കയറില്ല, അച്ഛൻ എന്തിനാ കരഞ്ഞേ? മറ്റേ അബ്ബാനെ ഓർമ്മ വന്നോ, എന്റെ വാപ്പാനെ ഓർമ്മ, അബ്ബാനെ ഓർമ്മ വന്നോ, പറഞ്ഞ വഴക്കൊക്കെ ഓർമ്മ വരുന്നുണ്ട് അച്ഛൻ. അത് ഈ പറഞ്ഞാൽ എപ്പോഴും അസ്കറിനെ കാണുമ്പോൾ നമ്മൾ ഇക്കയുടെ കാര്യമാണല്ലോ ചോദിക്കുക. വാപ്പയെ കുറിച്ച് പറയുമ്പോ എന്താ പറയാ? അതായത് ഹി വാസ് എ പൊളിറ്റീഷ്യൻ, നിങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം പിടുത്തമുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ. വാപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലിരുന്ന ഒരു കാര്യതാ? വാപ്പ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ വാപ്പ മുനിസിപ്പൽ ചെയർമാനായി കയറും. അപ്പോൾ നമുക്ക് സ്കൂളിൽ എന്തോ ഫംഗ്ഷൻ വരുമ്പോഴും ആനുവൽ ഡേക്കൊക്കെ ഗസ്റ്റ് ആയിട്ട് വാപ്പ വന്നുകൊണ്ടിരുന്നു. അപ്പോ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും സെലിബ്രിറ്റീസ്. അപ്പോ ഈ സമയത്തൊക്കെ മറ്റേ എനിക്ക് മാത്രം മാർക്കും ഇല്ല, മറ്റേ സ്പോർട്സ് ഡേക്കും ഒന്നും കിട്ടില്ല, ആർട്സ് ഡേക്കും ഒന്നും കിട്ടില്ല. എനിക്ക് ഒരു തവണ വാപ്പ ഗസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് എന്താണ് ലോങ് ജമ്പിനോ എങ്ങാണ്ടോ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. പക്ഷെ അത് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്, ഞാൻ തന്നെ പറഞ്ഞ ഫസ്റ്റ് അതോ ഇവര് പറ്റിച്ചതാണോ. അന്ന് എനിക്ക് വാപ്പയുടെ ഇതൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അതാണ്. പിന്നെ വേറൊരു സിറ്റുവേഷൻ പ്ലസ് വണ്ണിൽ ഞാൻ ചേരാകുമ്പോഴത്തേക്കും മറ്റേ എനിക്ക് 10th മാർക്ക് നല്ല കൂടുതലായിരുന്നു, ഇച്ചിരി പാടായിരുന്നു അഡ്മിഷൻ കിട്ടാൻ. അതിന് പ്ലസ് വണ്ണിൽ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള സ്കൂളിൽ പോയപ്പോൾ
അവിടെ പുതിയതായിട്ടൊരു സാറാണ് അവിടെ നമുക്ക് റെക്കമെൻഡേഷൻ ഉണ്ട്, മറ്റേ ചെയർമാനെ കൗൺസിലറിനൊക്കെ ഇത്ര പിള്ളേരെ സ്കൂളിലേക്ക് റെക്കമെൻഡ് അങ്ങനെ ഈ റെക്കമെൻഡേഷൻ ആയിട്ട് ഞാനും വാപ്പ എന്റെ റെക്കമെൻഡ് ചെയ്തേക്കട്ടെ. അപ്പൊ അവിടെ ഇരിക്കുന്ന സാറിന് പുള്ളി പുറത്തുനിന്ന് എന്താ വാപ്പനെ അറിയത്തില്ല. പുള്ളി അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് മാർക്ക് കൊണ്ട് ഈ കൗൺസിലറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞ കേട്ടോ, ഇത് കിട്ടാൻ പാടാ, പുള്ളി റെക്കമെൻഡ് ചെയ്തോണ്ടാ കിട്ടിയ. വാപ്പ ഞാൻ തന്നെയാണ്, എന്റെ മകനാണ്. ഞാനിങ്ങനെ ഇരുന്നിട്ട് അതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഊഹിക്കാട്ടോ, ഇതുപോലത്തെ സിറ്റുവേഷൻസ് കൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. ഇപ്പൊ കൂടി ലോകം അവസാനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് ഉണ്ട്, അതായത് അപ്പൊ കംപ്ലീറ്റ്ലി ഇൻ ടു പൊളിറ്റിക്സ്, നിങ്ങൾ രണ്ടുപേരും കംപ്ലീറ്റ്ലി ഇൻ സിനിമ. വാട്ട് ഈസ് ഹിസ് സ്റ്റാൻഡ് ഓൺ ദിസ്? ഇപ്പൊ കുഴപ്പമില്ല, പിന്നെ ഇടക്കിടക്ക് സന്തോഷം വരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന്റെ സൈഡിൽ കൂടെ ഞാനങ്ങ് പോവും. പിന്നെ പുള്ളിക്ക് ഷൂട്ടൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ ഒരു സന്തോഷമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരു 2 മാസം പണിയില്ലാതിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പയ്യെ കോളുകൾ വന്നു തുടങ്ങും. എന്താണ് നിന്റെ പരിപാടി, ദുബായിക്ക് പോയാലും. എനിക്ക് ഇപ്പോഴും അറിയാത്ത ഈ ആൾക്കാർ എന്തിനാണ് ദുബായിക്ക് പോകുന്നത്. ശരിയാ, ദുബായിൽ ആരെങ്കിലും ഉണ്ടോ? ദുബായിൽ ഇഷ്ടം പോലെ പേരുണ്ട്, പക്ഷെ ഇവിടെ പോയി പണിയെടുക്കണ്ടേ, എന്ത് പണിയെടുക്കണ്ടെന്ന് അറിയണമല്ലോ. ദുബായി പോയാലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയും GCC എവിടെയെങ്കിലും ജോലി നോക്കിയാലോ. ഞാൻ പിന്നെ നേരെ അത് ഇത്താത്ത വഴി വളച്ച് എത്തിച്ച് കാപ്പയോട് പറഞ്ഞ്, അല്ല റൂട്ടൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, എന്നാരും പഠിപ്പിക്കൊന്നും വേണ്ടാന്ന്. കമ്മിങ് ബാക്ക് ടു സംഭവം, ഒരുപാട് പ്രതീക്ഷകൾ, അതായത് ആസ് എൻ ആക്ടർ അസ്കറിനും ആസ് എൻ ഓഡിയൻസ് ഞങ്ങൾക്കും ഭയങ്കര പ്രതീക്ഷകൾ. അതായത് ഷോർട്ട് ഫിലിമിന്റെ പ്രതീക്ഷയിലാണ്. വി ആർ എക്സൈറ്റഡ് ടു വാച്ച്. നമ്മൾ ഈ പറഞ്ഞതിന്റെ മുകളിൽ എന്തെങ്കിലും കാണാനിരിക്കുന്ന ആളുകളോട് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു തീർക്കാം. സംഭവം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ഇതിന്റെ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത്, സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദാണ്. എക്കോ ഇതെല്ലാം വിഷ്ണു ചേട്ടനായിരുന്നു. അപ്പോൾ സൗണ്ട് വൈസ് പിന്നെ മ്യൂസിക്കും അടിപൊളിയാണ്. മ്യൂസിക് വൈസും സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും ഡയറക്ഷനും എല്ലാം അടിപൊളിയാണ്. കൂടെ പെർഫോമൻസും നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു മസ്റ്റ് വാച്ച് ആയിരിക്കും, തിയേറ്റർ വാച്ച് ആയിരിക്കും. Are you excited to watch this in theater? ഉറപ്പാണ്. എനിക്ക് സമയം പോകുന്നില്ല. അടുത്ത ഈ പറഞ്ഞ 6th വരെ ഒന്ന് തള്ളി നീക്കാനുള്ള എക്സൈറ്റ്മെന്റ്. ഐ കൻ സീ ദാറ്റ്. ഓക്കെ, ഇത് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, പറയുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ചോദിക്കാം. ആ ഷോർട്ട് ഫിലിം കണ്ടതില് ആരായിട്ട് വരും താങ്കൾ സിനിമയിൽ? അത് സിനിമ കണ്ടതിരായിരിക്കും. അതും പറയില്ല. എന്നാ പിന്നെ നമുക്ക് പോവാം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. സെറ്റ് ആണ്. താങ്ക് യു.